തിരുവോണത്തോടനുബന്ധിച്ച് പ്രാപ്പോയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സൗഹൃദ വടംവലി മത്സരം സംഘടിപ്പിച്ചു. മത്സരം ഏറെ ആവേശം ചെലുത്തി. മത്സരം കാണുന്നതിനായി നൂറുകണക്കിന് ആളുകളാണ് പ്രാപ്പോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ആവേശം മലതല്ലിയ മത്സരത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. കായിക പ്രേമികളെ, നാട്ടുകാരെ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സൗഹൃദ കമ്പവലി മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുവെ ഈ കാലഘട്ടത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളോത്സവം പോലുള്ള പരിപാടികൾ കാര്യമായ രീതിയിൽ നടത്താതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ചെറിയൊരു മത്സരം എന്ന നിലയിൽ നാടിൻ്റെ ഒരു ചെറിയൊരു ആഘോഷം ചെറിയ രീതിയിൽ സംഘടിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ അതിൽ സഹകരിച്ച മുഴുവൻ കായിക പ്രേമികളെയും അതുപോലെ ടീം അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം, ഞാനിപ്പോൾ പ്രാപ്പോയിൽ ടൗണിലാണുള്ളത്. പ്രാപ്പോയിൽ ടൗണിലെ സൗഹൃദ വടംവലി മത്സരമാണ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അവതരിപ്പിക്കുന്ന വടംവലി മത്സരം. അതിന്റെ ആവേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് പ്രാപ്പോയിന്റെ യുവാക്കളിവിടെ തകർത്ത് വരുന്നുണ്ട്, മറുഭാഗത്തായിട്ട് പാറോത്തുന്നീരിന്റെ ആൾക്കാരാണ്. അങ്ങോട്ട് ദൃശ്യം അങ്ങോട്ട് കാണിക്കാം. ആവേശം അലതല്ലുന്ന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒട്ടും വിട്ട് കൊടുക്കില്ല എന്ന് ഇമ്പത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു കാരണവശാലും വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാപ്പോയിന്റെ ചുണക്കുട്ടന്മാർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒട്ടും വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചുണക്കുട്ടന്മാർ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആവേശത്തിൽ അള്ളക്കട്ടകൾ അർപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാപ്പോയിലിന്റെ ചാഞ്ഞം ചെരിഞ്ഞം. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു കാരണവശാലും വിട്ടു ഒരേ പോലെ പിടി ഭാരത് ഒന്നാം റൗണ്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്.
ആവേശകരമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് റൗണ്ടാണ്. പ്രാപ്പോയിൽ ടീമും പാറോത്തുന്നീർ ടീമും തമ്മിലുള്ള സെക്കൻഡ് റൗണ്ട് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ റൗണ്ട് പാറോത്തുന്നീറാണ് വിജയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പ്രാപ്പോയിലിന്റെ ഭാഗത്തേക്കാണ് വടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് റൗണ്ട് വിജയിച്ചിരിക്കുകയാണ്. 1 പോയിന്റുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്റെ വീഡിയോ എടുക്കാൻ പ്രാപ്പോയിലിന്റെ ചുണക്കുട്ടന്മാർ രണ്ടാം റൗണ്ടിൽ കൊണ്ടുപോയിരിക്കുകയാണ്. 1-1 എന്ന നിലയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ആവേശകരമായ 3-ാം റൗണ്ട് മത്സരമാണ് പ്രാപ്പോയിൽ പാറോത്തുന്നീർ ടീം അംഗങ്ങൾ തമ്മിൽ നടത്തുന്നത്. ആവേശകരമായ മത്സരം. പ്രാപ്പോയിൽ ഇത് മുന്നേറ്റം. നിഷ്പ്രയാസം പാറോട്ടുന്നീരിനെ തകർത്തടിച്ചിരിക്കുകയാണ് പ്രാപ്പോയിലെ ചുണക്കുട്ടന്മാർ. തിരുമേനി ടീമും പ്രാപ്പോയിൽ തമ്മിലുള്ള വാശിയേറിയ ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. തിരുമേനി ടീമാണ് ജയിച്ചിരിക്കുന്നത്. സുബീർച്ചയാണ് രണ്ടാം സമ്മാനമായ 1001 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുപോലെ മൂന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അച്ചൂസ് ബ്യൂട്ടി വേൾഡ് ആൻഡ് ടൈലറിംഗ് എന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. കോഴിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ KP സന്തോഷായിട്ടാണ്. അദ്ദേഹത്തിനും ഈ നന്ദി രേഖപ്പെടുത്തുകയാണ് ആദ്യം തന്നെ. അതുപോലെ രണ്ടാം സമ്മാനത്തിനും ഒരു പൂവൻ കോഴിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പൂങ്കാനം ജയശേഷനാണ്. അദ്ദേഹത്തെയും സ്മരിക്കുകയാണ് ഈ പരിപാടിയിൽ. ഈ സ്പോൺസർ ചെയ്തിരിക്കുന്ന മുഴുവൻ ആൾക്കാർ ഒരിക്കൽ കൂടെ സ്മരിച്ചുകൊണ്ട് ഈ ഇതിന്റെ ഔപചാരികമായ സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി യൂണിറ്റ് പ്രസിഡന്റ് റോഹിത് ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഒരു തിരക്കിലാണ് നമ്മുടെ നാടും നഗരവും എല്ലാം 2 ദിവസമായി ആഘോഷങ്ങളുടെ ഒരു നിറഘോഷയാത്രയായിട്ടാണ് നടന്നത്. ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഇടയ്ക്ക് വന്നു പോയാലും മലയാളികളെ സംബന്ധിച്ചോളം തിരുവോണ ദിനം വളരെ ശുദ്ധമായി ആഘോഷിക്കുന്ന നമ്മുടെ കീഴ്വഴക്കങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തുടരുകയാണ്. അതിന്റെ തെളിവാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ജനാവലി. വമ്പിച്ച ജനാവലിയാണ് ഈ പരിപാടിയിൽ സഹകരിച്ചത്. നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് അവിട്ട ദിനവും അതുപോലെ നബിദിനവുമാണ്. എല്ലാ പരിപാടിയും പ്രാപ്പോയിലിനെ സംബന്ധിച്ചോളം വളരെ ഗംഭീരമായി നടന്നു.
അതിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം കൊണ്ട് ഈ പരിപാടി ധന്യമാക്കിയ ഞങ്ങളെ മുഴുവൻ പേരെയും ഹൃദയംഗമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ സജീവമായി എത്തിച്ചേർന്ന ടീമംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഈ സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാം സമ്മാനം ഈ പറഞ്ഞ പോലെ ആൻസ് ബേക്കറിയാണ്. 1500 രൂപയും ഒരു പൂവൻകോഴിയും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ടാം സമ്മാനം സുബീർ ചാൻ്റെ തട്ടുകടയും പിന്നെ ജെയിൻ പൂങ്കാവനം. അതുപോലെ മൂന്നാം സമ്മാനം അച്ചൂസ് വുഡി വേൾഡ് ആൻഡ് ടൈലറിംഗ്. ഈ സ്ഥാപനങ്ങളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ വിജയികളായവർക്ക് ഹൃദയംഗമായി അഭിനന്ദിച്ചുകൊണ്ട് സമ്മാനദാനത്തിലേക്ക് കടക്കാം. മൂന്നാം സമ്മാനം നേടിയ MSS പാർവത് ടീം ക്യാപ്റ്റനെയും ടീമംഗങ്ങളെയും ക്ഷണിക്കുന്നു. മൂന്നാം സമ്മാനം നേടിയിരിക്കുന്നു പാർവത് നീർ ടീം. ആവേശകരമായ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നു യുവ പ്രാപ്പോയിൽ. പ്രാപ്പോയിൽ ആൻസ് ബേക്കറി സ്പോൺസർ ചെയ്തിരിക്കുന്ന ടീം അംഗങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ടീം അംഗങ്ങൾ ക്യാഷ് അവാർഡ് കോഴിയും എല്ലാവരും കൂടെ പിടിച്ചേ. മാനേജർ പിടിച്ചവനെ കാണുന്നില്ല. കാണുന്നുണ്ടോ? ആ മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട് ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട് ചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട് ചാൽ. ഫോൺ 9964670511.